നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ആൻസർ കീയാണ്. ഇപ്പോൾ സെപ്റ്റംബറിൽ നടന്ന ഓണപരീക്ഷയുടെ എക്സാം ആൻസർ കീയാണ്. എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് കമ്പൽസറി അല്ലേ, ആദ്യത്തേത് കമ്പൽസറിയാണ്. അതെന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. നോക്കൂ, നീന ഏക്ക് ചോട്ടി സി ലഡ്കി തി. നീന ഒരു ചെറിയ പെൺകുട്ടിയാണ്. വൈ ഏക്ക് ഷഹർ മേ രഹ്തി തി. എവിടെയാണ് താമസിക്കുന്നത്? ഷഹർ. ഷഹർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സിറ്റി. ഉസേ കഹാനിയം ബഹുത്ത് പസന്ത് തി. അവൾക്ക് എന്താണ് ഇഷ്ടം? കഹാനിയാം. കഹാനിയം എന്ന് പറഞ്ഞാൽ സ്റ്റോറി. പർ ഉസേ കഹാനിയം സുനാനെ കെ ലിയെ കിസി കെ പാസ് സമയം നഹി ഹിത്ത. എന്തായിരുന്നു പ്രശ്നം? അവൾക്ക് കഥ കേൾപ്പിച്ചു കൊടുക്കാൻ ആരുടെയും സമയമില്ലായിരുന്നു. മാ ബോലി മുझे काम करना है. അമ്മ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട്. പാപ്പ പോലെ മേ തോ അഖ്ബാർ പഠ് രഹാ ഹൂം. ഞാൻ പത്രം വായിക്കുകയാണ്. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ. ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. നീന കഹാം രഹത്തി തി. നീന എവിടെയാണ് താമസിച്ചിരുന്നത്? ഗാവ് മേ, ജംഗൽ കെ പാസ്, ഷഹർ മേ, നദി കെ കിനാരെ. നമുക്ക് ഓക്കെ, ഷഹർ മേ. ഓക്കെ, ഇനി അടുത്ത നീനാക്കോ ക്യാ പസന്ത് തി. അവൾക്ക് എന്തായിരുന്നു ഇഷ്ടം? നാടക് ദേഖ്ന. നാടകം കാണാനാണോ? കവിത സുന്ന. കവിത കേൾക്കാനാണോ? സിനിമ ദേഖ്ന. സിനിമ കാണാനാണോ? കഹാനി സുന്ന. കഹാനി കേൾക്കാനാണ്, കഥ കേൾക്കാനാണ്. മുझे काम करना है. ये किसने कहा? എനിക്ക് ജോലിയുണ്ട്. ഇതാരാ പറഞ്ഞത്? മാനെ, നീനാനെ, പിതാനെ, ബായിനെ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? മാനെ. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. പാപ്പാനെ ക്യാ കഹക്കർ കഹാനി നെഹി സുനായ. അച്ഛൻ എന്ത് പറഞ്ഞിട്ടാണ് കഥ കേൾപ്പിക്കാനത്? മേ തോ സമാചാർ സുൻ രഹാ ഹൂം, മേ തോ ടി വി ദേഖ് രഹാ ഹൂം, മേ തോ അഖ്ബാർ പഠ് രഹാ ഹൂം, മേ തോ ഗാന ഗാ രഹാ ഹൂം. അപ്പോൾ നമ്മൾ അതിൽ വായിച്ചു മേ തോ അഖ്ബാർ പഠ് രഹാ ഹൂം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗണ്ട് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. കഹാനിയം സുനാനെ കെ ലിയെ സബ്കെ പാസ് സമയത്ത. എല്ലാവരുടെയും കയ്യിൽ സമയം ഉണ്ടായിരുന്നു, എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കഹാനിയം സുനാക്കെ ലിയെ കേവൽ പാപ്പാക്കെ പാസ് സമയത്ത. അച്ഛൻ്റെ ഇടയിൽ അച്ഛനായിരുന്നു സമയമുള്ളത്, അതും തെറ്റാണ്. കഹാനി സുനാനയ്ക്ക് ലിയെ കേവൽ മാംകെ പാസ് സമയത്ത. അമ്മയുടെ അടുത്താണ് സമയമുള്ളത്, അതും തെറ്റാണ്. കഹാനി സുനാനയ്ക്ക് ലിയെ കിസിക്ക് പാസ് സമയം നഹീത്ത. ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ 5 ചോദ്യങ്ങൾക്കും ശരിയായ രീതിയിൽ ഈ ഒരു ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും 5 മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. खुद से प्यार. सूरज अपनी आग से इतना प्यार करे कि वह दे सके आगे दुनिया को भी. ओके, संसार के लिए कविता में प्रयुक्त शब्द कौन सा है? ഇവിടെ സൻസാർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? സൻസാർ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദുനിയ എന്നാണ്. കറക്റ്റ് ആൻസർ എന്താണ്? ദുനിയ. सूरज दुनिया को क्या देता है? सूरज दुनिया को क्या देते हैं? നമുക്ക് എന്താ എഴുതാം അവിടെ? സൂരജ് അപ്നി ആഗ് സേ. അപ്പോൾ നമുക്ക് ആഗ് ദേത്തെ എന്ന് എഴുതാം. ആഗ് ആഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൂരജ് ദുനിയാക്കോ ആഗ് ദേത്താ ഹെ എന്ന് പറയാം, അല്ലെങ്കിൽ താപ് ദേത്താ ഹെ എന്ന് പറയാം. ഇതൊക്കെ എഴുതിയാലും 1 മാർക്ക് കിട്ടും. ഓക്കെ, ആഗ്, താപ് എന്നൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കവിതാംശമൊക്കെ ആശയിലേക്ക്. ഈ ഒരു കവിതയുടെ ആശയം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? सोमनाथ यादव की एक छोटी सी कविता है खुद से प्यार. कविता अपने आप से प्यार करने की आवश्यकता के बारे में है. सूरज ऊर्ज देकर दुनिया को प्यार करते हैं. पेड़ फल और फूल देकर दुनिया को प्यार करते हैं. बादल जल देकर दुनिया को प्यार करते हैं. आशा ये कि यदि हम खुद से प्यार करें तो दूसरों से प्यार कर सकते हैं. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 3ാമത്തെ പ്രവർത്തനം. ഇവിടെ കുറച്ച്